അധ്യായം 17 അൽ ഇസ്രാ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 111. നാമം. നാലാം സൂക്തത്തിലെ വഖളൈന ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി എന്ന വാക്യത്തിൽ നിന്നെടുത്തതാണ് ഈ അധ്യായത്തിന്റെ പേര്. ബനു ഇസ്രായേലിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് മറ്റു പല സൂറകളുടെയും കാര്യത്തിലെന്ന പോലെ ഒരടയാളം എന്ന നിലയിൽ മാത്രമാണ് ഈ പേർ വച്ചിരിക്കുന്നത്. അവതരണകാലം. ഈ അധ്യായം മിഅ്റാജിനോടനുബന്ധിച്ച് അവതരിച്ചതാണെന്നതിന് പ്രഥമ സൂക്തം തന്നെ തെളിവാണ്. നിരവധി ഹദീസ് ചരിത്ര റിപ്പോർട്ടുകളനുസരിച്ച് ഹിജ്റയുടെ ഒരു വർഷം മുമ്പാണ് മിഅ്റാജ് ഉണ്ടായത്. അതിനാൽ ഈ സൂറയും നബി തിരുമേനിയുടെ മക്കാ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്നെയാണ് അവതരിച്ചത്. പശ്ചാത്തലം. ഈ സന്ദർഭത്തിൽ നബി തിരുമേനി തൗഹീദിന്റെ ശബ്ദം ഉയർത്താൻ തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശത്രുക്കൾ അവിടുത്തെ മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും തിരുമേനിയുടെ ശബ്ദം അറേബ്യയുടെ മുക്കുമൂലകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. 2 or 4 വ്യക്തികളെങ്കിലും തിരുമേനിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരാവാത്ത ഒറ്റ ഗോത്രവും അവിടെയുണ്ടായിരുന്നില്ല. ഈ സത്യപ്രബോധനത്തിന്റെ വിജയത്തിനു വേണ്ടി ഏത് ആപത്ഘട്ടങ്ങളെയും നേരിടാൻ തയ്യാറായ ചെറുതെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു വിഭാഗം മക്കയിലുണ്ടായിക്കഴിഞ്ഞിരുന്നു. മദീനയിലാവട്ടെ സുശക്ത ഗോത്രങ്ങളായ ഔസ് ഖസ്റജുകളിലെ ഒരു വലിയ വിഭാഗം തിരുമേനിയുടെ സഹായികളായി മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നബി തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനും ചിതറിക്കിടക്കുന്ന മുസ്ലിങ്ങളെ ഏകീകരിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള സന്ദർഭം ആസന്നമായിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് തിരുമേനി മിഅ്റാജ് നടത്തുകയും തിരിച്ചുവന്ന് ഈ സന്ദേശം ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തത്. പ്രതിപാദ്യ വിഷയം. താക്കീതുകളും ഉദ്ബോധനങ്ങളും അധ്യാപനങ്ങളും അടങ്ങിയ അധ്യായമാണിത്. താക്കീത് മക്കയിലെ സത്യനിഷേധികൾക്കാണ്. നിങ്ങൾ ബനു ഇസ്രായേലിന്റെയും മറ്റു ജനതകളുടെയും പരിണതികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയത്തിനുള്ളിൽ ബോധവാന്മാരാകുകയും ചെയ്യുക. മുഹമ്മദ് നബി ഖുർആനിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പ്രബോധനം സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു ജനങ്ങളെ താമസിപ്പിക്കുകയും ചെയ്യും. അതുപോലെ നബി തിരുമേനിയുടെ ഹിജ്റയ്ക്ക് ശേഷം ദിവ്യബോധനത്തെക്കുറിച്ച് ഉദ്ബോധനം ലഭിക്കാൻ പോകുന്ന ബനു ഇസ്രായേലിനുള്ള ഒരു താക്കീതും ഇതിലടങ്ങിയിട്ടുണ്ട്. അതായത്, മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച ശിക്ഷകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇപ്പോൾ മുഹമ്മദ് നബിയെ പ്രവാചകനായി നിയോഗിച്ചതുവഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. അവസാനമായി ലഭിച്ചിരിക്കുന്ന ഈ അവസരവും നഷ്ടപ്പെടുത്തുകയും പഴയ സമ്പ്രദായങ്ങൾ തന്നെ ആവർത്തിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ പര്യവസാനം വളരെ വേദനാജനകമായിരിക്കും. ഏതെല്ലാം കാര്യങ്ങളാണ് മനുഷ്യന്റെ വിജയപരാജയങ്ങളുടെയും സൌഭാഗ്യ ദൌർഭാഗ്യങ്ങളുടെയും നിദാനമായി നിലകൊള്ളുന്നതെന്ന് ഉദ്ബോധന വചനങ്ങളിൽ ഹൃദയഹാരിയായ ശൈലിയിൽ വിവരിച്ചിരിക്കുന്നു. ഏകദൈവത്വം, പരലോകം, പ്രവാചകത്വം, ഖുർആൻ മുതലായവയുടെ സത്യാവസ്ഥയ്ക്ക് തെളിവുകൾ നൽകിയിരിക്കുന്നു. ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മക്കയിലെ സത്യനിഷേധികൾ ഉന്നയിച്ചിരുന്ന സംശയങ്ങൾ ദൂരീകരിച്ചിരിക്കുന്നു. തെളിവുകൾ നിരത്തിവെക്കുന്നതോടൊപ്പം ഇടയ്ക്കിടെ സത്യനിഷേധികളുടെ ബോധശൂന്യതയെ ആക്ഷേപിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ധാർമ്മികവും നാഗരികവുമായ അടിസ്ഥാനങ്ങളിൽ മനുഷ്യന്റെ ജീവിത വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നാണ് മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്നത്. ആ മഹത്തായ അടിസ്ഥാനങ്ങൾ അധ്യാപന വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരുന്നതിന് ഒരു വർഷം മുമ്പ് അറബികളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു വിജ്ഞാപനമായിരുന്നു. നബി തിരുമേനി രാജ്യത്ത് മുഴുവൻ മനുഷ്യരുടെയും ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെന്നതിന്റെ വ്യക്തമായ ഒരു രൂപരേഖ അതിൽ വരച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളോടൊപ്പം വിഷമങ്ങളുടെ കൊടുങ്കാറ്റിൽ ദൃഢതയോടുകൂടി തന്റെ നിലപാടിൽ ഉറച്ചുനിൽക്കാനും സത്യനിഷേധികളോട് വല്ല വിധത്തിലും സന്ധി ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാനും നബി തിരുമേനിയോട് നിർദ്ദേശിക്കുന്നു. സത്യനിഷേധികളുടെ അക്രമമർദ്ദനങ്ങളും നിരർത്ഥമായ ആക്ഷേപങ്ങളും നിരന്തരമായ കള്ള ആരോപണങ്ങളും നിമിത്തം ചിലപ്പോഴൊക്കെ മുസ്ലിങ്ങൾ പെട്ടെന്ന് കോപിഷ്ഠരാവാറുണ്ട്. അവരോട് ശാന്തതയോടും ക്ഷമയോടും കൂടി പരിതസ്ഥിതിയെ നേരിടാനും പ്രബോധന പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താനും ഉദ്ബോധിപ്പിക്കുന്നു. പിന്നീട് അവരുടെ മനസ്സംസ്കരണവും ആത്മശുദ്ധീകരണവും സാധിക്കുന്നതിനു വേണ്ടി അവർക്ക് നമസ്കാരം നിയമമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ
സത്യത്തിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവർക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഉന്നതമായ ഗുണങ്ങൾ അതവരിൽ വളർത്തിയെടുക്കും. മുസ്ലിങ്ങൾക്ക് ആദ്യമായി 5 നേരത്തെ നമസ്കാരം വ്യവസ്ഥാപിതമായി നിർബന്ധമാക്കിയത് ഈ സന്ദർഭത്തിലാണെന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തന്റെ ദാസനെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നതിനു വേണ്ടി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാവിൽ ആ വിദൂര മസ്ജിദിലേക്ക് സഞ്ചരിപ്പിച്ചവൻ പരമ പരിശുദ്ധനത്രേ. ആ മസ്ജിദിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കി. സത്യത്തിൽ അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും തന്നെയാകുന്നു. മിഅ്റാജ് അഥവാ ആകാശാരോഹണം, ഇസ്രാ അഥവാ നിശാപ്രയാണം എന്നീ സാങ്കേതിക നാമങ്ങളിൽ അറിയപ്പെടുന്ന സംഭവം തന്നെയാണിത്. വിശ്വാസയോഗ്യമായ മിക്ക റിപ്പോർട്ടുകളനുസരിച്ചും ഹിജ്റയുടെ 1 കൊല്ലം മുമ്പാണിത് നടന്നത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ധാരാളം സ്വഹാബികളിൽ നിന്ന് ഹദീസ് ചരിത്രഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവ 25ഓളം നിവേദനങ്ങളുണ്ടാവും. ഇതേപ്പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടുകൾ അനസ് ഇബ്നു മാലിക്, മാലിക് ഇബ്നു സ്വഅസ, അബൂ ദർരിൽ ഗിഫാരി, അബൂ ഹുറൈറ എന്നിവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു. കൂടാതെ ഉമർ, അലി, ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, അബൂ സഈദുൽ ഖുദ്രി, ഹുദൈഫത്ത് ഇബ്നു യമാൻ, ആയിഷ എന്നിവരും ഇതിന്റെ ചില ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് പ്രവാചകൻ പ്രയാണം ചെയ്തുവെന്ന് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നു. അള്ളാഹു തന്റെ അടിമയ്ക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നാണ് യാത്രയുടെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും ഖുർആനിൽ നിന്ന് ലഭിക്കുന്നില്ല. ഹദീസുകളിൽ വന്ന വിശദീകരണങ്ങളുടെ രത്നചുരുക്കം ഇതാണ്. രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി തിരുമേനിയെ ബുറാഖിന്റെ പുറത്തിരുത്തി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ കൊണ്ടുപോയി. അവിടെ വെച്ച് തിരുമേനി പ്രവാചകന്മാരൊത്ത് നമസ്കരിച്ചു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം തിരുമേനിയെ ഉപരിലോകത്തേക്ക് കൊണ്ടുപോയി. അവിടെ വിവിധ വാനമണ്ഡലങ്ങളിൽ നിന്ന് പ്രമുഖരായ പല പ്രവാചകന്മാരോടും തിരുമേനി സംഭാഷണം നടത്തി. അവസാനം പരമോന്നത മണ്ഡലത്തിൽ പ്രവേശിച്ച് തന്റെ നാഥന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് മറ്റു സുപ്രധാന നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് പുറമെ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കുകയും ചെയ്തു. അതിനുശേഷം ബൈത്തുൽ മഖ്ദിസിലേക്ക് മടങ്ങുകയും അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ വിഷയകമായി വന്ന അനേകം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടെ വെച്ച് തിരുമേനിക്ക് സ്വർഗ നരകങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ്. പിറ്റേ ദിവസം തിരുമേനി ഈ സംഭവം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ മക്കയിലെ അവിശ്വാസികൾ തിരുമേനിയെ വളരെയധികം പരിഹസിച്ചുവെന്നും മുസ്ലിങ്ങളിൽ തന്നെ ചിലരുടെ വിശ്വാസം ഇളകിയെന്നും പരിഗണനീയമായ റിപ്പോർട്ടുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഹദീസിൽ വന്ന ഈ അധിക വിശദീകരണം ഖുർആന് വിരുദ്ധമല്ല. ഖുർആനിലെ വിശദീകരണത്തിന്റെ ഒരനുബന്ധമാണിത്. അനുബന്ധം ഖുർആന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുകയില്ലെന്ന് വ്യക്തം. എന്നാൽ ആരെങ്കിലും ഹദീസുകളിൽ വന്ന ഈ വിശദീകരണങ്ങളുടെ ഏതെങ്കിലും ഭാഗം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനെ കാഫിറാക്കാനൊന്നും പറ്റുകയില്ല. ഖുർആൻ സ്പഷ്ടമായി പറഞ്ഞ സംഭവത്തെയാണ് നിഷേധിക്കുന്നതെങ്കിൽ അവനിൽ കുഫർ അനിവാര്യമായി തീരുന്നുവെന്ന് മാത്രം. ഈ യാത്രയുടെ രൂപം എന്തായിരുന്നു? അത് സ്വപ്നലോകത്ത് നടന്നതോ ബോധാവസ്ഥയിൽ സംഭവിച്ചതോ? തിരുമേനി ശാരീരികമായി തന്നെയാണോ പ്രയാണം ചെയ്തത്? അതല്ല സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ആത്മീയമായി ദർശിച്ചതോ? ഈ ചോദ്യങ്ങളുടെ മറുപടി ഖുർആന്റെ പദങ്ങൾ തന്നെ സ്വയം നൽകുന്നുണ്ട്. തന്റെ ദാസനെ കൊണ്ടുപോയവൻ പരിശുദ്ധൻ എന്ന പ്രയോഗത്തോടെ വിവരണം ആരംഭിച്ചത് തന്നെ ഇത് വലിയ ഒരു അസാധാരണ സംഭവമാണെന്നും അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൊണ്ട് മാത്രം പ്രകടമായതാണെന്നും വ്യക്തമാക്കുന്നു. തന്റെ അടിമയ്ക്ക് സ്വപ്നം കാണിക്കുകയോ വെളിപാടിലൂടെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയോ ചെയ്ത നാഥൻ എല്ലാ വൈകല്യങ്ങളിൽ നിന്നും ദൌർബല്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണെന്ന് ആമുഖമായി പറയാൻ മാത്രം പ്രാധാന്യമൊന്നുമില്ലെന്ന് വ്യക്തമാണ്. മാത്രമല്ല, തന്റെ ദാസനെ ഒരു രാവിൽ കൊണ്ടുപോയി എന്ന പ്രയോഗവും ശാരീരികമായ പ്രയാണമായിരുന്നു അതെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. സ്വപ്നസഞ്ചാരത്തിനോ ആത്മീയ പ്രയാണത്തിനോ ഈ പദപ്രയോഗം അനുയോജ്യമല്ല.
അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആത്മീയ പരിശീലനം മാത്രമായിരുന്നില്ല, മറിച്ച് അള്ളാഹു നബി തിരുമേനിയെക്കൊണ്ട് ചെയ്യിച്ച ഒരു ശാരീരിക യാത്രയും തിരുമേനിക്ക് ബോധാവസ്ഥയിലുണ്ടായ ദൃക്സാക്ഷ്യവുമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് വിമാനം കൂടാതെ തന്നെ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിൽ പോയി വരാൻ അള്ളാഹുവിന്റെ കഴിവ് മൂലം സാധ്യമാണ്. എങ്കിൽ ഹദീസുകളിൽ വിവരിക്കപ്പെട്ട ഇതര വിശദാംശങ്ങൾ അസംഭവ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതെന്തിന്? ഏതെങ്കിലും ഒരു സൃഷ്ടി സ്വന്തം ഹിതമനുസരിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന പ്രശ്നം ചർച്ചാവിധേയമാക്കുമ്പോൾ മാത്രമാണ് സാധ്യം അസാധ്യം എന്നീ വിഷയങ്ങൾ ഉദ്ഭവിക്കുന്നത്. എന്നാൽ അള്ളാഹു ഇന്ന കാര്യം ചെയ്തു എന്നതാണ് പ്രശ്നമെങ്കിൽ ദൈവത്തിന്റെ പരിധികളില്ലാത്ത ശക്തിവിശേഷത്തിൽ ദൃഢവിശ്വാസമില്ലാത്തവർ മാത്രമേ അത് സാധ്യമാണോ എന്ന ചോദ്യം ഉന്നയിക്കുകയുള്ളൂ. ഹദീസുകളിൽ വന്ന മറ്റു വിശദീകരണങ്ങളെക്കുറിച്ച് ഹദീസ് നിഷേധികളുടെ ഭാഗത്തുനിന്ന് അനേകം സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയിൽ രണ്ടെണ്ണം മാത്രമാണ് അല്പമെങ്കിലും പരാമർശമർഹിക്കുന്നത്. ഒന്ന്, ഇതുകൊണ്ട് അള്ളാഹു ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് നിലകൊള്ളുന്നുവെന്ന് വരുന്നു. ഇല്ലെങ്കിൽ അവന്റെ സന്നിധാനത്തിൽ തന്റെ അടിമയെ സന്നിഹിതനാക്കുന്നതിന് അദ്ദേഹത്തെ യാത്ര ചെയ്യിച്ച് ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് കൊണ്ടുപോവേണ്ട ആവശ്യമെന്തായിരുന്നു? രണ്ട്, നബി തിരുമേനിക്ക് സ്വർഗവും നരകവും കാണിച്ചതും ചില ആളുകൾ ശിക്ഷ അനുഭവിക്കുന്നതായി വെളിപ്പെടുത്തിയതും എങ്ങനെയാണ്? ഇതുവരെ അടിമകളുടെ കേസുകളെക്കുറിച്ച് തീരുമാനമെടുത്തിട്ട് പോലുമില്ല. പുനരുത്ഥാന നാളിനു ശേഷമാണ് രക്ഷാശിക്ഷകളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് എന്നിരിക്കെ കുറച്ചു പേർക്ക് ഇപ്പോൾ തന്നെ ശിക്ഷ നൽകിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ രണ്ട് സംശയങ്ങളും ചിന്താശൂന്യതയുടെ ഫലമാണ്. സ്രഷ്ടാവ് സ്വന്തം നിലയിൽ പരിധികൾക്കതീതനാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിൽ അവൻ തന്റെ ദൗർബല്യം കൊണ്ടല്ല, മറിച്ച് സൃഷ്ടികളുടെ ദൗർബല്യം കാരണമായി പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഉദാഹരണമായി, അവൻ സൃഷ്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. വാസ്തവമാകട്ടെ സ്വന്തം നിലയിൽ അവന്റെ വാക്കുകൾ പരിധികൾക്കതീതമാണ്. അതേപോലെ തന്റെ അടിമയ്ക്ക് തന്റെ അധികാര സാമ്രാജ്യത്തിലെ അതിമഹത്തരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി എവിടെ എന്തെല്ലാം കാണിക്കണമെന്നുണ്ടോ അതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. കാരണം പ്രപഞ്ചത്തെ അഖിലം ദൈവം ദർശിക്കുന്ന പോലെ ഒരേ സമയത്ത് വീക്ഷിക്കാൻ അടിമയ്ക്ക് സാധ്യമല്ല. ദൈവത്തിന് വല്ലതും കാണണമെങ്കിൽ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അടിമയ്ക്ക് അത് വേണം. സ്രഷ്ടാവിന്റെ സന്നിധാനവും അതുപോലെ തന്നെയാണ്. സൃഷ്ടികർത്താവ് സ്വന്തം നിലയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഉപവിഷ്ടനല്ല. പക്ഷെ അടിമയ്ക്ക് അവനുമായി കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഒരു സ്ഥലം ആവശ്യമാണ്. അവിടെയായിരിക്കും ദൈവം പ്രത്യക്ഷപ്പെടുക. ഇല്ലെങ്കിൽ പരിമിതികളില്ലാത്ത അവനുമായി കൂടിക്കാഴ്ച നടത്താൻ പരിമിതികളാൽ നിയന്ത്രിതനായ അടിമയ്ക്ക് സാധ്യമല്ല. ഇനി രണ്ടാമത്തെ സംശയമാണ് അവശേഷിക്കുന്നത്. മിഅ്റാജിന്റെ അവസരത്തിൽ വളരെയധികം ദൃശ്യങ്ങൾ നബി തിരുമേനിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവയിൽ ചിലത് യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരണ രൂപത്തിൽ പ്രദർശിപ്പിച്ചതാണ്. ഉദാഹരണമായി, ഒരു സങ്കീർണമായ കാര്യം ചിത്രീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഒരു ചെറിയ പഴുതിലൂടെ തടിച്ച കാള കടക്കുന്നു. പിന്നീട് അതിലൂടെ മടങ്ങാൻ സാധിക്കുന്നില്ല. പുതിയതും മുന്തിയതുമായ മാംസമുള്ളതോടൊപ്പം അതുപേക്ഷിച്ച് പഴുത്തുനാറിയ മാംസം തിന്നുന്നവരായി ചിത്രീകരിച്ചത് വ്യഭിചാരികളെയായിരുന്നു. ഇതേപോലെ തിരുമേനിക്ക് കാണിച്ചുകൊടുത്ത പാരത്രിക രക്ഷാശിക്ഷകളും ചിത്രീകരണം തന്നെയായിരുന്നതിനാൽ ഈ ആക്ഷേപവും അസ്ഥാനത്താണെന്ന് തെളിയുന്നു. മിഅ്റാജിനെപ്പറ്റി പറയുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പ്രവാചകന്മാരിൽ ഓരോരുത്തർക്കും അവരുടെ പദവികൾക്ക് അനുയോജ്യമായ വിധത്തിൽ ആകാശഭൂമികളുടെ സാമ്രാജ്യം അള്ളാഹു പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭൌതിക ആവരണങ്ങൾ ഇടയിൽ നിന്ന് നീക്കി കൺമുമ്പിൽ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ അവർക്ക് കാണിച്ചുകൊടുത്തു. മറ്റുള്ളവർ അദൃശ്യാവസ്ഥയിൽ തന്നെ വിശ്വസിക്കണമെന്ന് പറയാൻ പ്രവാചകന്മാർ ആജ്ഞാപിക്കപ്പെട്ടിരുന്നു. ഒരു ദാർശനികന്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് പ്രവാചകന്മാർക്കുള്ളതാണ് ഇങ്ങനെ പ്രത്യേകം കാണിക്കപ്പെടാൻ കാരണം. ദാർശനികൻ പറയുന്നതെല്ലാം ഊഹങ്ങളുടെയും അനുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം തന്റെ ഈ നിലപാടിനെക്കുറിച്ച് സ്വയം ബോധവാനാണെങ്കിൽ ഒരിക്കലും തന്റെ അഭിപ്രായത്തിന്റെ സുബദ്ധതയ്ക്ക് സാക്ഷ്യം നൽകുകയില്ല. എന്നാൽ പ്രവാചകന്മാർ പറയുന്നതെല്ലാം നേരിട്ടുള്ള വിജ്ഞാനത്തിന്റെയും ദൃക്സാക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എങ്കിലേ തങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുമെന്നും ഇവ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളാണെന്നും മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا
ഇതിനു മുമ്പ് നാം മൂസാക്ക് വേദം നൽകിയിരുന്നു. അതിനെ ഇസ്രായേൽ വംശത്തിന് മാർഗദർശകമാക്കുകയും ചെയ്തിരുന്നു. എന്നെക്കൂടാതെ ആരെയും നിങ്ങളുടെ വക്കീലാക്കരുത് എന്ന് അവരെ താക്കീത് ചെയ്തിരുന്നു. ഒരു ആയത്തിൽ മിഅ്റാജിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ബനു ഇസ്രായേലിനെക്കുറിച്ചുള്ള പരാമർശം ആരംഭിച്ചത് ഒറ്റ നോട്ടത്തിൽ അല്പം അനുചിതമായി തോന്നിയേക്കാം. പക്ഷേ അധ്യായത്തിന്റെ ശരിയായ ലക്ഷ്യം യഥാവിധി മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ ഔചിത്യം വ്യക്തമായി തന്നെ ഗ്രഹിക്കാൻ കഴിയും. മക്കയിലെ സത്യനിഷേധികളെ താക്കീത് ചെയ്യുകയാണ് അധ്യായത്തിന്റെ ലക്ഷ്യം. അതിന്റെ തുടക്കത്തിൽ മിഅ്റാജിനെക്കുറിച്ച് പറഞ്ഞ് സംബോധിതരെ ഉണർത്തുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിന്റെ അതിമഹത്തരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഇപ്പോൾ മാത്രം തിരിച്ചുവന്ന വ്യക്തിയാണ്. അതിനുശേഷം അള്ളാഹുവിൽ നിന്ന് ഗ്രന്ഥം ലഭിക്കുന്നവർ അള്ളാഹുവിനെതിരിൽ തല ഉയർത്തുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ശിക്ഷ എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നു. വക്കീൽ എന്നാൽ ആശ്രയിക്കപ്പെടുകയും ഭരമേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അച്ചുതണ്ട് എന്നാണ് അർത്ഥം. കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെടുകയും മാർഗദർശനത്തിനും സഹായത്തിനും അവലംബിക്കപ്പെടുകയും ചെയ്യുന്നവൻ. ذُرِّيَّةَ مَنْ حَمَلْنَا مَعَ نُوحٍ إِنَّهُ كَانَ عَبْدًا شَكُورًا. നാം നൂഹിന്റെ കൂടെ കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളല്ലോ നിങ്ങൾ. തീർച്ചയായും നൂഹ് ഏറെ നന്ദിയുള്ള ദാസനായിരുന്നു. നൂഹിന്റെയും കൂട്ടുകാരുടെയും സന്താനങ്ങളെന്ന നിലയിൽ നിങ്ങൾക്കനുയോജ്യമായ നിലപാട് അള്ളാഹുവിനെ നിങ്ങൾ കൈകാര്യകർത്താവായി സ്വീകരിക്കുക എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആരുടെ സന്താനങ്ങളാണോ അദ്ദേഹം അള്ളാഹുവിനെ കൈകാര്യകർത്താവാക്കിയതുകൊണ്ടാണ് മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. وَقَضَيْنَا إِلَى بَنِي إِسْرَائِيلَ فِي الْكِتَابِ لَتُفْسِدُنَّ فِي الْأَرْضِ مَرَّتَيْنِ وَلَتَعْلُنَّ عُلُوًّا كَبِيرًا. നാം വേദത്തിലൂടെ ഇസ്രായേൽ വംശത്തെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ നിങ്ങൾ രണ്ടുവട്ടം ഭൂമിയിൽ ഭയങ്കരമായ നാശമുണ്ടാക്കുകയും മഹാധിക്കാരം കാണിക്കുകയും ചെയ്യും. വേദം കൊണ്ട് ഇവിടെ വിവക്ഷ തൗറാത്തല്ല, എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളുടെയും സമാഹാരമാണ്. ഖുർആനിൽ പലയിടത്തും ഇത് അൽ കിതാബ് എന്ന സാങ്കേതിക നാമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥ സമാഹാരത്തിൽ പലയിടങ്ങളിലും ഈ താക്കീത് കാണാവുന്നതാണ്. ആദ്യത്തെ കുഴപ്പത്തെക്കുറിച്ചും അതിന്റെ ദുരന്തഫലങ്ങളെക്കുറിച്ചും സങ്കീർത്തനങ്ങൾ, യെശയ്യാവ്, യിരെമ്യാവ്, എസക്കിയേൽ എന്നിവയിൽ ഇസ്രായേലിനെ താക്കീത് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കുഴപ്പത്തെക്കുറിച്ചും അതിന്റെ തിക്തഫലങ്ങളെക്കുറിച്ചും ഈസാ നബി നൽകിയ താക്കീതുകൾ മത്തായി, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ കാണാവുന്നതാണ്. فَإِذَا جَاءَ وَعْدُ أُولَاهُمَا بَعَثْنَا عَلَيْكُمْ عِبَادًا لَنَا أُولِي بَأْسٍ شَدِيدٍ فَجَاسُوا خِلَالَ الدِّيَارِ وَكَانَ وَعْدًا مَفْعُولًا. അങ്ങനെ അതിൽ ആദ്യ ധിക്കാരത്തിന്റെ അവസരമായപ്പോൾ നിങ്ങൾക്കെതിരിൽ നമ്മുടെ അതിശക്തന്മാരായ അടിമകളെ നിയോഗിച്ചു. അവർ നിങ്ങളുടെ ദേശത്ത് നുഴഞ്ഞു കയറി നാനാ ദിക്കുകളിലും വ്യാപിച്ചു. അനിവാര്യമായി പുലരേണ്ടിയിരുന്ന വാഗ്ദത്തമായിരുന്നു അത്. അസീരിയക്കാരിൽ നിന്നും ബാബിലോൺകാരിൽ നിന്നും ഇസ്രായേലിയർക്ക് നേരിടേണ്ടി വന്ന ഭയങ്കരമായ ആക്രമണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് നേരത്തെ ഉദ്ധരിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ഉദ്ധാരണങ്ങൾ മാത്രം മതിയാവുകയില്ല, മറിച്ച് സംക്ഷിപ്തമായ ഒരു ചരിത്ര വിവരണം കൂടി ആവശ്യമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം കൈവശമുള്ള ഒരു ജനതയെ അവൻ മറ്റുള്ള ജനങ്ങളുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഇറക്കി ഛിന്ന ഭിന്നരും അടിമകളും അധസ്ഥിതരുമാക്കി മാറ്റിയതിന്റെ കാരണങ്ങൾ പൂർണ്ണമായും അപ്പോൾ മാത്രമേ ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ മുമ്പിൽ വരികയുള്ളൂ. മൂസാ നബിയുടെ വിയോഗാനന്തരം ഇസ്രായേലിയർ ഫലസ്തീനിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വിവിധ സമുദായങ്ങൾ അധിവസിച്ചിരുന്നു. ഹിത്യർ, അമേരികൾ, കനാന്യർ, ഫിരീസ്യർ, ഹവ്യർ, യബൂസ്യർ, ഫിലിസ്ത്യർ, അങ്ങനെ പലരും. ഏറ്റവും വഷളായ ബഹുദൈവ വിശ്വാസമാണ് ഇവരിൽ കാണപ്പെട്ടിരുന്നത്.
ഒട്ടൊക്കെ പശുവിനോട് സാദൃശ്യമുള്ള ഏൽ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരാധ്യമൂർത്തി. ഈ ദേവന്റെ പത്നിയായ അഷീറയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദേവീദേവന്മാരുടെ ഒരു പരമ്പര 70ഓളം വരും. ഈ പരമ്പരയിൽ ഏറ്റവും മഹാൻ മഴ വർഷിപ്പിക്കുകയും വിളയുൽപാദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമായും ആകാശഭൂമികളുടെ രാജാവായും കരുതപ്പെട്ടിരുന്ന ബഅലായിരുന്നു. വടക്കൻ മേഖലകളിൽ ബഅലിന്റെ പത്നി ഉനാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഫലസ്തീനിൽ അത് എസ്താറാത്ത് ആയിരുന്നു. ഈ രണ്ടുപേരും പ്രേമത്തിന്റെയും സന്താനവർദ്ധനവിന്റെയും ദേവികളായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. ഇവർക്ക് പുറമെ ചില ദേവതകൾ മരിപ്പിക്കുന്നവരും വേറെ ചിലർ ആരോഗ്യത്തിന്റെ ചുമതല വഹിക്കുന്നവരുമാണെങ്കിൽ രോഗവും ക്ഷാമവും ഉണ്ടാക്കാൻ അധികാരം മറ്റൊരു വിഭാഗം ദേവന്മാർക്കായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ ദേവന്മാർക്കിടയിൽ വ്യാപിച്ചു കിടക്കുകയായിരുന്നു ദിവ്യത്വം. ഈ ദേവീദേവന്മാരോട് ചേർത്ത് പറഞ്ഞിരുന്ന സ്വഭാവ ഗുണങ്ങളും കർമ്മങ്ങളുമുണ്ടല്ലോ. ധാർമ്മികമായി വളരെ താഴേക്കിടയിലുള്ള ഒരാൾ പോലും തന്റെ പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടാത്ത അത്രയും നിന്ദ്യമായിരുന്നു അവ. ഇങ്ങനെയുള്ള നിഗൂഢ ശക്തികളെ ദൈവങ്ങളാക്കി വെക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു ജനതയ്ക്ക് ധാർമ്മികതയുടെ ഏറ്റവും അധസ്ഥിതമായ ഗർത്തത്തിൽ വീഴുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? പുരാതന അവശിഷ്ടങ്ങളിൽ നിന്ന് അവരുടെ അതിരുകവിഞ്ഞ ധാർമ്മിക തകർച്ചയ്ക്ക് തെളിവുകൾ ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശിശുക്കളെ ബലിയർപ്പിക്കുന്ന പതിവ് അവർക്കിടയിൽ വ്യാപകമായി തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നു. ആരാധനാസ്ഥലങ്ങൾ വ്യഭിചാര കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നു. സ്ത്രീകളെ ദേവദാസികളാക്കി ആരാധനാലയങ്ങളിൽ നിർത്തുകയും അവരുമായി ദുർവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ആരാധനയുടെ ഒരു ഭാഗമായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. ഇങ്ങനെ അവർക്കിടയിൽ പ്രചരിച്ച അധാർമികതയ്ക്ക് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ജനതയെ തുരത്തി അവരുടെ പിടിയിൽ നിന്ന് ഫലസ്തീൻ മോചിപ്പിക്കുക. അവരുടെ കൂടെ ഇടപഴകി താമസിച്ച് അവരുടെ വിശ്വാസപരവും ധാർമ്മികവുമായ തിന്മകളിൽ അകപ്പെട്ടു പോകുന്നത് സൂക്ഷിക്കുക എന്നൊക്കെ ഇസ്രായേലരെ മൂസാ നബി തൗറാത്ത് മുഖേന വ്യക്തമായി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിയർ ഫലസ്തീനിൽ പ്രവേശിച്ചപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം മറന്നുകളഞ്ഞു. ഐക്യമുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ പോലും അവർക്ക് സാധ്യമായില്ല. ഗോത്രപരമായ പക്ഷപാതിത്വങ്ങളിൽ കെട്ടിക്കുടുങ്ങിയിരിക്കുകയായിരുന്നു അവർ. ജയിച്ചടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് വേറെയാക്കുന്നതിലായിരുന്നു ഓരോ ഗോത്രക്കാരുടെയും ശ്രദ്ധ. ഇങ്ങനെ ഛിന്ന ഭിന്നമായതിനാൽ തങ്ങളുടെ പ്രദേശത്തെ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാൻ ഒരു ഗോത്രത്തിനും ശക്തിയുണ്ടായിരുന്നില്ല. അവസാനം മുശ്രിക്കുകൾ അവരുടെ കൂടെ തന്നെ താമസിച്ചുകൊള്ളട്ടെ എന്ന് വെക്കാൻ അവർ നിർബന്ധിതരായി. മാത്രമല്ല, ഈ അധീന പ്രദേശങ്ങളിൽ തന്നെ മുശ്രിക്കുകൾക്ക് പലയിടത്തും കൊച്ചു കൊച്ചു നഗരരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അവ പോലും കീഴടക്കാൻ ഇസ്രായേലർക്ക് സാധ്യമായില്ല. ഇതിന്റെ ആദ്യത്തെ ദുരന്തം മുശ്രിക്കുകളായ ജനതകളിലൂടെ ഇസ്രായേലർക്കിടയിൽ ശിർക്ക് വ്യാപിക്കാൻ തുടങ്ങി എന്നതാണ്. അതോടൊപ്പം പടിപടിയായി മറ്റ് അധാർമികതകളും കയറി തുടങ്ങി. ഇതിനെക്കുറിച്ചുള്ള ആവലാതികൾ ബൈബിളിലെ ന്യായാധിപന്മാർ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ കാണാം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും മിസ്രയീം ദേശത്തുനിന്ന് അവരെ ആനയിച്ചവരുമായ യഹോവയെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. യഹോവയെ കോപിപ്പിച്ചു. ന്യായാധിപന്മാർ അധ്യായം 2, 11, 12 വാക്യങ്ങൾ. ഇതിന്റെ രണ്ടാമത്തെ ദുരന്തഫലം ഇങ്ങനെയായിരുന്നു. അവർ പൂർണ്ണമായും ജയിച്ചടക്കാതെ വിട്ടിരുന്ന നഗരരാഷ്ട്രങ്ങളിലെ ജനതയും പൂർണ്ണമായും ജയിച്ചടക്കിക്കഴിഞ്ഞിരുന്ന ഫലസ്തീൻകാരും ഒന്നിച്ചു ചേർന്ന് ഒരൈക്യ പ്രതിരോധ നിര സൃഷ്ടിച്ചു. ക്രമേണ യുദ്ധം ചെയ്ത് ഫലസ്തീനിന്റെ വലിയ ഒരു ഭാഗത്തുനിന്ന് ഇസ്രായേലിയരെ പുറത്താക്കുകയും ചെയ്തു. ഇതിനു പുറമെ ദൈവത്തിന്റെ വാഗ്ദത്ത പേടകം പോലും അവർക്ക് കൈയൊഴിക്കേണ്ടി വന്നു. അവസാനം ഇസ്രായേലിയർക്ക് ഒരേ നേതാവിന്റെ കീഴിൽ ഏകീകൃതമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമായി. അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം ക്രിസ്ത്വബ്ദം 1020 മുതൽ ശംവീൽ നബി അവർക്ക് താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു കൊടുത്തു. ഏകീകൃതമായ ഈ രാഷ്ട്രത്തിന് വഴിക്ക് വഴി 3 സാരഥികളുണ്ടായി. 1 ത്വാലൂത്ത്, 2 ദാവൂദ് നബി, 3 സുലൈമാൻ നബി. ഈ ഭരണസാരഥികൾ മൂസാ നബിക്ക് ശേഷം ഇസ്രായേലിയർ പൂർത്തിയാക്കാതെ വിട്ട ജോലികൾ പൂർത്തീകരിച്ചു. വടക്കൻ തീരങ്ങളിൽ ഫലഖീകളുടെയും തെക്കൻ തീരങ്ങളിൽ ഫിലിസ്ത്യരുടെയും 2 രാഷ്ട്രങ്ങൾ മാത്രമേ പൂർണ്ണമായും കീഴടക്കാതെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കപ്പം കൊടുത്തുകൊണ്ടിരുന്നു. സുലൈമാൻ നബിക്ക് ശേഷം ഇസ്രായേലിയരിൽ വീണ്ടും ഭൌതിക പൂജ ആധിപത്യം പുലർത്തി. അങ്ങനെ തമ്മിലടിച്ച് അവർ 2 രാഷ്ട്രങ്ങളായി ഭിന്നിച്ചു. വടക്കൻ ഫലസ്തീനും കിഴക്കൻ ജോർഡാനും ചേർന്ന ഇസ്രായേൽ രാഷ്ട്രമായിരുന്നു ഒന്ന്. സാമിരിയ അവസാനം അതിന്റെ തലസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടു. മറ്റൊന്ന്
തെക്കൻ ഫലസ്തീനും അദൂം പ്രദേശങ്ങളും ചേർന്ന യഹൂദ രാഷ്ട്രവും. ജെറൂസലമായിരുന്നു ഇതിന്റെ തലസ്ഥാനം. ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ ആദ്യമേ ആരംഭിച്ച കടുത്ത വടംവലികളും സംഘട്ടനങ്ങളും അവസാനം വരെ തുടരുകയുണ്ടായി. ഇതിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സാരഥികളും ജനങ്ങളുമാണ് അവിടെയുണ്ടായിരുന്ന ജനതയുടെ ബഹുദൈവ വിശ്വാസങ്ങളിലും അധാർമികതയിലും ആദ്യം കൂടുതലായി ആകർഷിക്കപ്പെട്ടത്. രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്ന അഖിയാബ് സൈദായുടെ ബഹുദൈവ വിശ്വാസിനിയായ മകൾ എസ്ബേലിനെ വിവാഹം കഴിച്ചതോടുകൂടി ഈ അവസ്ഥ അതിന്റെ പാരമ്യത്തിലെത്തുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ രാഷ്ട്രത്തിലെ നേതാക്കളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ശിർക്കും അധാർമികതകളും മലവെള്ളം പോലെ ഒഴുകി ഇസ്രായേലിയർക്കിടയിൽ വ്യാപിക്കാൻ തുടങ്ങി. ഇലിയാസ് നബിയും അലിയസ നബിയും ഈ പ്രവാഹത്തെ തടുത്തു നിർത്താൻ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ ജനത ഏതൊരു ഗർത്തത്തിലേക്ക് ഒഴുകിയിരുന്നുവോ അതിൽ നിന്ന് അല്പവും പിന്തിരിഞ്ഞില്ല. അവസാനം അള്ളാഹുവിന്റെ കോപം അസീരിയക്കാരുടെ രൂപത്തിൽ ഇസ്രായേൽ രാഷ്ട്രത്തിനുമേൽ വന്നു പതിച്ചു. ക്രിസ്തുബ്ദം 9-ാം നൂറ്റാണ്ട് മുതൽ അസീരിയൻ ജേതാക്കൾ നിരന്തരം ഫലസ്തീൻ രാഷ്ട്രത്തെ ആക്രമിച്ചു തുടങ്ങി. ഈ ഘട്ടത്തിൽ ആമോസ് പ്രവാചകനും ഹോശേ പ്രവാചകനും രംഗത്തുവന്ന് താക്കീതുകൾ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ താക്കീതുകൾ അവർ അകപ്പെട്ടിരുന്ന അശ്രദ്ധയിൽ കൂടുതൽ മുഴുകാൻ മാത്രമേ അവരെ പ്രേരിപ്പിച്ചുള്ളൂ. എത്രത്തോളം എന്നാൽ ഇസ്രായേൽ രാജാവ് ആമോസ് പ്രവാചകനെ തന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും തന്റെ പ്രവാചക ദൌത്യം സാമിരിയയുടെ അതിർത്തികളിൽ പരിമിതമാക്കി നിർത്താൻ കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് അള്ളാഹുവിന്റെ ശിക്ഷ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെയും ജനതയുടെയും മേൽ വന്നു വീഴാൻ അധികകാലം വേണ്ടിവന്നില്ല. ക്രിസ്തുബ്ദം 721 അശൂർ രാജാവായ സർഗോൺ സാമിരിയ ജയിച്ചടക്കുകയും ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു. തുടർന്ന് ആയിരക്കണക്കിന് ഇസ്രായേലിയർ വധിക്കപ്പെട്ടു. 27,000-ത്തിലധികം ഇസ്രായേലിയരെ രാഷ്ട്രത്തിൽ നിന്ന് പുറത്താക്കി. അസീരിയൻ രാഷ്ട്രത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഛിന്നഭിന്നമായി താമസിക്കുകയും ഇതര മേഖലകളിൽ നിന്ന് മറ്റു ജനങ്ങളെ കൊണ്ടുവന്ന് ഇസ്രായേലിയരുടെ പ്രദേശങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്കിടയിൽ കൂടിക്കലർന്ന് ജീവിക്കേണ്ടി വന്നതിനാൽ പല ഭാഗങ്ങളിലായി താമസിച്ചിരുന്ന ഇസ്രായേലിയരുടെ സാംസ്കാരിക പൈതൃകങ്ങൾ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരുന്നു. യഹൂദ എന്ന പേരിൽ തെക്കൻ ഫലസ്തീനിൽ നിലനിന്നിരുന്ന ഇസ്രായേലിയരുടെ ഈ രണ്ടാമത്തെ രാഷ്ട്രവും സുലൈമാൻ നബിക്കു ശേഷം വളരെ വേഗം ശിർക്കിലും അധാർമികതയിലും അകപ്പെട്ടുപോയി. പക്ഷേ വിശ്വാസപരവും ധാർമ്മികവുമായ ഈ മാർഗഭ്രംശം ഇസ്രായേൽ രാഷ്ട്രത്തെ അപേക്ഷിച്ച് സാവധാനത്തിലായിരുന്നു. അതിനാൽ അവർക്കല്പം കൂടുതൽ അവസരം നൽകപ്പെട്ടു. എന്നാൽ ക്രമേണ ഇസ്രായേൽ രാഷ്ട്രത്തെ എന്ന പോലെ അതിനെയും അസീരിയക്കാർ ആക്രമിക്കാതിരുന്നില്ല. അവർ യഹൂദ രാഷ്ട്രത്തിന്റെ നഗരങ്ങൾ തകർക്കുകയും തലസ്ഥാനത്തെ ഉപരോധിക്കുകയും ചെയ്തു. പക്ഷേ ഈ രാഷ്ട്രത്തെ പൂർണ്ണമായും തകർക്കാൻ അസീരിയക്കാർക്ക് സാധിച്ചില്ല. കപ്പം കൊടുക്കുന്ന രാഷ്ട്രം എന്ന നിലയിൽ അത് അവശേഷിച്ചു. പിന്നീട് യെശയ്യാ പ്രവാചകന്റെയും യിരെമ്യാ പ്രവാചകന്റെയും നിരന്തര ശ്രമങ്ങളുണ്ടായിരുന്നിട്ടും യഹൂദയിലെ ജനങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നും മോചിതരായില്ല. അങ്ങനെ ക്രിസ്തുബ്ദം 598 ബാബിലോണിയൻ ചക്രവർത്തി ബുഖത്ത് നസ്വർ ജെറുസലേം അടക്കമുള്ള യഹൂദ രാഷ്ട്രത്തെ പൂർണ്ണമായും കീഴടക്കുകയും യഹൂദ രാജാവിനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. എന്നിട്ടും യഹൂദികളുടെ ദുർവൃത്തികളുടെ പരമ്പര അവസാനിച്ചില്ല. യിരെമ്യാ പ്രവാചകന്റെ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയില്ല. അതിനു പകരം ബാബിലോണിയക്കാരോട് അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗധേയം മാറ്റാനാണ് ശ്രമിച്ചത്. അവസാനം ക്രിസ്തുബ്ദം 587 ബുഖത്ത് നസ്വർ ശക്തമായ ഒരാക്രമണം നടത്തി യഹൂദായുടെ ചെറുതും വലുതുമായ എല്ലാ പട്ടണങ്ങളും തരിപ്പണമാക്കുകയും ജെറുസലേമിനെയും ഹൈക്കൽ സുലൈമാനിയെയും ഒരു ചുമർ പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയുകയും ചെയ്തു.